അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അതുപോലെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പർ നമുക്കൊന്ന് നനച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ന്യൂസ് പേപ്പർ നന്നായി ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡ് ഇതുപോലെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലെ സ്മെല്ലൊക്കെ നമ്മുടെ ന്യൂസ് പേപ്പർ വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് കൂടി പറയുന്നത്, നമുക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ടീ പൗഡർ ആണ് കേട്ടോ. അതെ, ടീ പൗഡർ ഏത് വേണമെങ്കിലും ആകാം. നമ്മുടെ ടീ പൗഡർ അല്ലെങ്കിൽ കോഫി പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതൊരു അല്പം ഇട്ട് കൊടുക്കാം. നല്ല കാറ്റുണ്ട്, അതുകൊണ്ടാണ് ടിഷ്യൂ ഒക്കെ പറന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരല്പം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ടിഷ്യൂ പേപ്പർ നന്നായി ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ ഈ ബോക്സിന്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഫ്രിഡ്ജിന്റെ ബാഡ് സ്മെല്ലൊക്കെ അത് വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത്, നമ്മുടെ ബോട്ടിൽ, അതായത് നമ്മുടെ ഈ ബോട്ടിലൊക്കെ വെള്ളം നിറച്ചതിന് ശേഷം ഏകദേശം നമ്മുടെ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതിനുശേഷം കട്ടായതിനു ശേഷം നമ്മളതാ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മുടെ കറണ്ട് പോയാലും നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ഏകദേശം അതുപോലെ പോവാതെ തന്നെ ആ ഒരു തണുപ്പോടെ നമുക്ക് നിലനിർത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ്. ഇത് കണ്ടോ, നമുക്ക് നന്നായി ഒന്ന് ഇത് നല്ലോണം തണുത്ത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നല്ലോണം ഐസ് ആയതിനു ശേഷം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിലാണ് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഐസ് ബോക്സിലൊക്കെ സാധാരണ നമ്മുടെ മീന് ഇറച്ചിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇതുപോലെ വലിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും അല്ലേ. അപ്പോൾ ഇത് നമുക്ക് കിട്ടില്ല കേട്ടോ, കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ്, നമ്മൾ ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ഇതുപോലെ കവറിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ അടിഭാഗത്ത് ഒരല്പം വെളിച്ചെണ്ണ ചേച്ചതിന് ശേഷം ഇതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് അധികമായി അമർന്നു പോകാതിരിക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ ഐസ് കട്ടയാവുന്നത് സാധാരണയാണ് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ. അത് കട്ടയാവാതിരിക്കാനും ഞാനൊരു ഇതിന് മുൻപിൽ ടിപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഫലം കിട്ടും. നമ്മുടെ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് ഒരുതി കൊടുത്താൽ മതി കേട്ടോ. അതായത് ഉരുളക്കിഴങ്ങിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഒരുതി കൊടുക്കുക, എന്നാൽ കട്ട പിടിക്കാതിരിക്കും. അപ്പോൾ കംപ്രസർ ഓഫാക്കാതെ തന്നെ നമുക്ക് കംപ്രസർ ഓഫാക്കിയാലേ നമുക്ക് ഇതിൽ നിന്ന് വിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ പിടിക്കാതിരിക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ.